നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗഭാഗ്യങ്ങളുടെ കൂട്ടില്ലാതെ, മാതാപിതാക്കളുടെ പരിലാളനയില്ലാതെ, ഹൃദയത്തിലെ സംഗീതത്തിൻ്റെ തുടിപ്പുകൊണ്ട് മാത്രം ജീവിച്ച ഒരു കലാകാരൻ. ഇനി വിസ്മയിപ്പിക്കാൻ ആ സംഗീതമില്ല. വെള്ളിയാഴ്ച രാവിലെ സംഗീതത്തിലെ വിസ്മയമായി മാറിയ ഏലിയാസ് എൽദോസ് എന്ന് പറയുന്ന 26 വയസ്സുള്ള സംഗീതജ്ഞനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പ്രശസ്തരായ ഗുരുക്കന്മാരുടെ ശിക്ഷണമില്ലാതെ സ്വയം പഠിച്ച വിദ്യയുമായാണ് ഏലിയാസ് എൽദോസ് 1.5 വയസ്സുള്ളപ്പോൾ തൊടുപുഴയിലെ മദർ ആൻഡ് ചൈൽഡ് അനാഥാലയത്തിലെത്തുന്നത്. സംഗീതത്തിലൂടെ എൽദോസ് സങ്കടങ്ങൾ മറന്നു. പിന്നീട് അനാഥാലയത്തിൽ നിന്ന് സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിടെ മദർ ആൻഡ് ചൈൽഡിൽ സംഗീത ട്രൂപ്പും രൂപവൽക്കരിച്ചു. സംഗീത ട്രൂപ്പിന് നേതൃത്വം നൽകിയത് എൽദോസ് ആയിരുന്നു. ഒപ്പം അവിടെയുള്ള കുട്ടികളെ കീബോർഡും ഡ്രമ്മും പഠിപ്പിച്ചു. സംഗീതമായിരുന്നു ഏലിയാസിന്റെ ലോകം. ഇതിനിടെയാണ് 2018 കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രശസ്ത സംഗീതജ്ഞൻ സ്റ്റീഫൻ ദേവസിക്കൊപ്പം വേദി പങ്കിട്ടു. ഏലിയാസിന്റെ മാന്ത്രിക പ്രകടനം സ്റ്റീഫൻ ദേവസിയെ പോലും അതിശയിപ്പിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഏലിയാസിനെ ഗോവയിൽ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം ഏപ്രിൽ 6-നും 7-നും തൊടുപുഴയിലുള്ള പ്രോഗ്രാമിന് എത്താമെന്ന് ഒപ്പമുള്ളവരെ അറിയിച്ചിരുന്നു. എന്നാൽ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചെത്താൻ സാധിച്ചില്ല. ഏപ്രിൽ 8-നാണ് തിരിച്ചെത്തിയത്. തിരികെ വരുന്ന വഴി ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ കാൽമുട്ടിന് പരിക്കേറ്റിരുന്നു. തിരികെ തൊടുപുഴയിലെത്തി 9-ാം തീയതി രാത്രി കിടക്കാനായി മുറിയിലേക്ക് പോയി. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ വിളിച്ചെങ്കിലും വിളി കേട്ടില്ല. തുറക്കാതായതോടെ കതക് തുറന്നു നോക്കിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. തൊടുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകും. മൃതദേഹം സ്വദേശമായ തലക്കോട് സെന്റ് മേരീസ് യാക്കോബായ ശ്രീയൻ പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. 4 സഹോദരന്മാരുണ്ട്. സംഗീത ലോകത്ത് വലിയ ഭാവി പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു കലാകാരന്റെ വിയോഗം സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും വലിയ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. മാത്രമല്ല, എന്താണ് മരണകാരണം? അടുത്ത ദിവസങ്ങളിൽ പ്രോഗ്രാമിലൊക്കെ തന്നെ വരാം, പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്ന ഈ യുവാവിന് എന്താണ് പെട്ടെന്ന് പറ്റിയത് എന്നുള്ളതാണ് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ആത്മഹത്യക്കുറിപ്പുകളോ മറ്റും ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇനി പോലീസ് അടക്കം ഒരുപക്ഷെ സുഹൃത്തുക്കളോട് മറ്റും സംസാരിച്ചതിൽ നിന്ന് മാത്രമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ എൽദോസിന് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ.